ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സാധാരണ വീട്ടിലൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ? ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുളക്, ഉള്ളി, കറിവേപ്പില, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, സ്പ്രിംഗ് ഓണിയൻ, ചിക്കൻ. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അരക്കഷ്ണം ചെറുനാരങ്ങ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചിക്കൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുക്കുക. പിന്നെ അതിലേക്ക് കോൺഫ്ലോർ പൊടി ചേർക്കുക. 4 ടീസ്പൂൺ കോൺഫ്ലോർ പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർക്കുക. പിന്നീട് 2 മുട്ട എടുക്കുക. 2 മുട്ട എടുത്തതിന് ശേഷം അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ടത് കുഴച്ചെടുത്ത് നന്നായിട്ടതൊക്കെ നല്ലതായിട്ട് അതിനകത്ത് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുക. ഈ എണ്ണ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചു. ആ ഫ്രൈ ചെയ്ത എണ്ണയാണ് എടുത്തത്. അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തു. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി പിന്നെ അതിനകത്തോട്ട് നമുക്ക് മുറിച്ച് വെച്ച ഉള്ളി ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിനകത്തേക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കുക. ക്യാപ്സിക്കം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഇനി നമ്മൾ അതിനകത്തോട്ട് ചില്ലി സോസ് ചേർക്കുക. ആവശ്യത്തിന് ചില്ലി സോസ് ചേർക്കണം കേട്ടോ. ചില്ലി സോസ് നമുക്ക് കുറച്ച് അധികം എടുക്കാം. അങ്ങനെ ചില്ലി സോസ് എടുത്തു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാനുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് നമ്മൾ പുതിയ ബോട്ടിൽ വാങ്ങിയതുകൊണ്ട് അത് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് വൈകിപ്പോയി. അത് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ചേർക്കുക. ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഉള്ളിയിലും ക്യാപ്സിക്കത്തിലൊക്കെ നന്നായിട്ട് ഒന്ന് പിടിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എല്ലാ വശത്തുനിന്നും ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് നന്നായിട്ട്, കാരണം ഇതൊക്കെ നന്നായിട്ടൊന്ന് എല്ലാത്തിനും പിടിക്കണമല്ലോ. കുറച്ച് ചൂടായി വന്നു. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുക. വീണ്ടും കുറച്ചും കൂടി ചില്ലി സോസ് ചേർക്കുക. ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയ കോൺഫ്ലോർ അതിനകത്തോട്ട് ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കണം. പിന്നെ അതിനകത്തോട്ട് നമ്മൾ മല്ലിച്ചപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. അതൊക്കെ എല്ലായിടത്തും ആ മസാലയൊക്കെ നന്നായിട്ട് ചേരണം. ഇനി കാശ്മീരി മുളക് പൊടി കുറച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കണം.
നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാ വശത്തുനിന്നും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ചില്ലി ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ മഴയുടെ സമയത്തൊക്കെ നല്ല ചില്ലി ചിക്കനൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.